നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു വൈറൽ കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് നമുക്ക് റീച്ച് കിട്ടും. അത് ചിലപ്പോൾ പോസിറ്റീവ് വേയിലും ആയിരിക്കാം, എന്നാൽ നെഗറ്റീവ് വേയിലും ആയിരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, റീസെൻ്റ്ലി നടന്ന ഒരു കാര്യമാണ് സഞ്ജു ടെക്കിയുടെ ഇഷ്യൂ. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പേരിലായിരുന്നു. ആൻഡ് ഇപ്പോൾ എല്ലാവരും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മീഡിയയിലെല്ലാം അത് ഭയങ്കരമായ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി അല്ലെങ്കിൽ മാറ്റി. എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചതെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് സഞ്ജു ടെക്കിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, എന്താണ് അതിന് കോറായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹം ഒരു സ്വിമ്മിംഗ് പൂൾ അങ്ങ് സെറ്റ് ചെയ്തു. അത് ഒരു കണ്ടന്റ് ആക്കി ഇടുകയും ചെയ്തു. അത് എല്ലാവരിലേക്കും നല്ല റീച്ച് കിട്ടുകയും ചെയ്തു, എത്തേണ്ടവരിലേക്ക് എത്തുകയും ചെയ്തു, MVDയുടെ അടുത്ത് എത്തുകയും ചെയ്തു. എൻ്റെ MVD അന്ന് ആ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അവർ കൊടുത്ത പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ആൻഡ് കുറച്ച് സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതായിരുന്നു അന്ന് MVD കൊടുത്ത ഒരു പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഇഷ്യൂ നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യണം ആളുകളിലേക്ക്, ആൻഡ് എല്ലാവരിലേക്കും, ന്യൂസ് ആയാലും അങ്ങനെ വൻ രീതിയിൽ ഇത് സ്പ്രെഡ് ആവുകയാണ്. ആ ഒരു സ്പ്രെഡിങ്ങിനെ തുടർന്ന് കോടതി ഇടപെട്ട് ഈ ഒരു ശിക്ഷ പോരാ എന്ന് പറഞ്ഞ് വലിയൊരു രീതിയിലേക്ക്, വലിയൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഇപ്പോൾ എല്ലായിടത്തും ഈ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ ഇപ്പോൾ എന്താണ് തെറ്റ്, എന്താണ് അവിടെ ഒരു പ്രശ്നമായിട്ട് വന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് സഞ്ജു ടെക്കിയുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്. കാരണം MVDയും നമ്മുടെ ഇവിടുത്തെ വെഹിക്കിൾസും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതാദ്യമായിട്ടല്ല. ഒരുപാട് രീതിയിലുള്ള കർശനമായ നടപടികൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് വെഹിക്കിൾസിനെതിരായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ, അതും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അന്ന് MVD ഇതിനെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും മീഡിയ അറിയുന്നൊരു കാര്യത്തിന് ആദ്യം സഞ്ജു ടെക്കിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് പിന്നെ മീഡിയ ഇത്രയും അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി ഭയങ്കര വലിയൊരു തലത്തിലേക്ക് ഡിസ്കഷൻ ആവുകയും ചെയ്തിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകാത്തൊരു, മീഡിയ ഇത്രയും ഇതിന് അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനെന്ന് ഇപ്പോഴും ഒബ്വിയസ്ലി എല്ലാവർക്കും കണ്ടന്റ് തന്നെയാണ് വലുത്. ഇപ്പോൾ ഈ പറയുന്ന സഞ്ജു ടെക്കി ആയാൽ പോലും അദ്ദേഹത്തിൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി അദ്ദേഹം കുറേ നാളത് കണ്ടന്റ് ആയിക്കൊണ്ട് നടന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്ലൈയും അങ്ങനെ ഒബ്വിയസ്ലി അത് കണ്ടന്റ് തന്നെയാണ്. അവർക്ക് റീച്ച് കിട്ടണം, വൈറലാണ്. ഇത് ഇപ്പോൾ എത്ര വീഡിയോസ് ആണെന്ന് അറിയാമോ സഞ്ജു ടെക്കി ഇതിൻ്റെ ഒരു റിലേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്? ഒരുപാട് വീഡിയോസ്. അപ്പോൾ അതിൻ്റെ റീച്ച് നിങ്ങൾ കാണണം. ലൈക്ക് ഒരു മാസം ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പുള്ള റീച്ചിന് ശേഷമുള്ള റീച്ച്, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അവിടെ അദ്ദേഹത്തിന് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ കറന്റ്ലി എല്ലാവരും ഇത് ഡിസ്കസ് ചെയ്യുകയാണ്. ആൻഡ് മീഡിയാസ് എല്ലാവരും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. സഞ്ജു ടെക്കി എന്തോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെന്നാണ് സഞ്ജു ടെക്കി പറയുന്നത്. എന്നാൽ മീഡിയാസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും നടന്നിട്ട് പോലും ഒരു കുലുക്കവും ഇല്ല. MVDനെയും മീഡിയാസിനെയൊക്കെ കളിയാക്കി പറയുന്നത് എന്നാണ്. അവർ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാറ്റിൽ നടക്കുകയാണ്, അവരുടെ സൈഡ് ഇവരുടെ സൈഡ്. ഇതിനി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഇപ്പോഴൊരു കൺക്ലൂഷൻ അതിന് കിട്ടിയിട്ടില്ല, ടു ബി ഫ്രാങ്ക്. എന്തായാലും ഇത്രയും മീഡിയയുടെ അറ്റൻഷൻ കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു കേസ് നമ്മൾ വിചാരിക്കും പോലെ ഒരു ഒരു സോൾവിങ് മാനറിൽ പോകാറില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ എഫക്റ്റ് ചെയ്യുന്നിരിക്കാം. എല്ലാവരും ജനവികാരം മൊത്തം അതാണെന്നാണ് ഞാൻ ഓരോരോ കമൻസ് ആയിട്ടൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിനോടൊക്കെ ഒരുപാട് വെറുപ്പുണ്ടെന്ന് തോന്നുന്നു. ഐ ഗെസ് അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ചില കണ്ടന്റ്സ് ഒക്കെ വൻ വെറുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനത്തെ രീതിയിൽ റിയാക്ട് ചെയ്യും. എനിവേ, എന്താണ് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നതിൽ അതൊന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമായിരിക്കും. ആൻഡ് ഞാനിത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, മിക്ക ആൾക്കാർക്കും അറിയില്ല എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ. ഒരുപാട് പേര് ചിലപ്പോൾ ഈ സഞ്ജു ടെക്കി ആരാണെന്ന് പോലും അറിഞ്ഞാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്താണ് അദ്ദേഹം കാറിൻ്റെ അകത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വയലേഷൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആണെങ്കിൽ സൈനിങ് ഔട്ട്.